ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ നേർക്കാഴ്ച നൽകിക്കൊണ്ട് ശാസ്ത്രജ്ഞർ ആദ്യമായി മനുഷ്യപൂർവികന്റെ മുഖം പുനർനിർമ്മിച്ചു. ഈ കണ്ടുപിടുത്തം മനുഷ്യന്റെ പരിണാമത്തിൽ പുതിയ വെളിച്ചം വീശുകയും മുൻകാലത്തുണ്ടായിരുന്ന പല ധാരണകളെയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. മൊറോക്കോയിൽ നിന്ന് കണ്ടെടുത്ത ജബൽ ഇർഹഡ് എന്നറിയപ്പെടുന്ന അസ്ഥികളിൽ നിന്നുമാണ് മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് വിപ്ലവം സൃഷ്ടിക്കുന്ന കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ബ്രസീലിയൻ ഗ്രാഫിക്സ് വിദഗ്ധനായ സിസറോ മൊറേസ് ആണ് ഈ മുഖം പുനർനിർമ്മിച്ചത്. എന്നാൽ ജബൽ ഇർഹഡ് എന്ന ഈ അസ്ഥികളിൽ നടത്തിയ പഠനത്തിൽ നിന്നും ഹോമോസാപ്പിയൻസിന്റെ ആവിർഭാവം കണക്കാക്കിയിരുന്ന കാലത്തേക്കാൾ 10,000 വർഷം പിന്നോട്ട് വീണ്ടും ഉണ്ടാകുമെന്നാണ് ഗവേഷക സംഘം പറയുന്നത്. ഇത് നമ്മുടെ പൂർവികർ മുൻപ് കരുതിയിരുന്നതിലും നേരത്തെ ഉത്ഭവിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. കൂടാതെ ആദിമ മനുഷ്യർ കിഴക്കൻ ആഫ്രിക്കയിലേക്ക് വളരെ വേഗത്തിൽ കുടിയേറുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ആവിർഭവിച്ച മനുഷ്യവിഭാഗമാണ് ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എന്നാൽ ശരീരശാസ്ത്രപരമായി ആധുനിക മനുഷ്യന്റെ വംശമാണ്. അവരിൽ നിന്ന് മനുഷ്യവംശം രണ്ടായി പിരിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. അതിലൊന്നാണ് നിയാൻഡർത്തലുകൾ, മറ്റൊന്ന് ആധുനിക മനുഷ്യരും. ആധുനിക മനുഷ്യരുടെ പൂർവികർ ഹോമോസാപ്പിയൻസിൽ നിന്ന് ഉരുത്തിരിയുന്നത് ആഫ്രിക്കയിലാണെന്ന് കരുതുന്നു. അതേസമയം നിയാൻഡർത്തലുകളുടെ ഉത്ഭവം യൂറോപ്പിലും മധ്യപൂർവേഷ്യയിലുമായിരുന്നു. ഈ രണ്ട് വർഗത്തിനും പൊതുവായൊരു പൂർവികനുണ്ടായിരുന്നു എന്ന വാദവും സജീവ തർക്ക വിഷയമാണ്. ഗ്രാഫിക്സ് വിദഗ്ധൻ സിസറോ മൊറേസ് ഈ മുഖത്തെ വിശേഷിപ്പിച്ചത് ശക്തവും ശാന്തവും എന്നാണ്. തലയോട്ടിയുടെ ആകൃതി വിശകലനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഏറ്റവും പഴക്കമുള്ള പൂർവികന്റെ ഒരു യഥാർത്ഥ ചിത്രീകരണം സൃഷ്ടിക്കാൻ മൊറേസിന് കഴിഞ്ഞു. തുടക്കത്തിൽ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ നൽകിയ ഡാറ്റ ഉപയോഗിച്ച് തലയോട്ടി 3Dയിൽ സ്കാൻ ചെയ്തു. തുടർന്ന് മുഖത്തിന്റെ ഏകദേശ കണക്കെടുപ്പ് നടത്തി. ശരീരഘടനാപരമായ വൈകല്യം പോലുള്ള നിരവധി സവിശേഷതകൾ മറികടക്കേണ്ടതായും വന്നിട്ടുണ്ട്. സിസറോ മൊറേസ് ദി സണ്ണിനോട് പറയുന്നു. ഇവിടെയാണ് ആധുനിക മനുഷ്യന്റെ ടോമോഗ്രാഫി ഉപയോഗപ്പെടുത്തിയത്. ദാതാവിന്റെ തലയോട്ടി ജബൽ ഇർഹുഡ് തലയോട്ടിയായി മാറുകയും രൂപഭേദം അനുയോജ്യമായ മുഖം സൃഷ്ടിക്കുകയുമായിരുന്നു, സിസറോ മൊറേസ് കൂട്ടിച്ചേർത്തു.